ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ക്ഷേമമാണോ? ക്ഷീണമൊന്നുമില്ലല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നൊരു സാക്ഷ്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, അതെ ഒരു സാധനം വായിക്കാണ്ട് വേഗം നോക്കിയിരിക്കുക. ഞാൻ ഓർക്കണം അട്ടപ്പാടിയിലല്ല, കുരുനാട് നമ്മുടെ സെന്ററിൽ കണ്ടു കഴിഞ്ഞാൽ പറയാ ഒരു കൊച്ച് ഭയങ്കര കരച്ചിൽ വെള്ളക്കാണ്. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കാർട്ടൂൺ കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം എന്തിനും റെഡി. ഈശോയുടെ ഒരു കറവയല്ല. കാരണം ആ അമ്മച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഈ ടോക്കുകൾ കേൾക്കാം. പിന്നെ ഫ്രൂട്ടമ്മേരിയൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് സാക്ഷ്യം വായിക്കാം. സ്നേഹമുള്ള ബിനോയിച്ച സുഖമെന്ന് കരുതുന്നു. അച്ഛനിലൂടെ ദൈവം ഈ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ ഞാൻ ദൈവത്തിന് നന്ദി പറയും. അത് നിങ്ങളും പറയാൻ കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. കടപ്പെട്ടിരിക്കുന്നു. കർത്താവ് അനുഗ്രഹം ദൈവമേ ഈശോയ്ക്ക് നന്ദി പറയണം കേട്ടോ. എൻ്റെ പേര് ജിജോ എന്നാണ്. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് എത്തിയിരുന്നത്. ഞാൻ അച്ഛൻ്റെ കുടുംബാംഗമാണ്. എൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ ദിവസേനയുള്ള കുഞ്ഞു ടോക്കിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ്. കുഞ്ഞു ടോക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം, ഒരു പേര് നന്നായിട്ടുണ്ടല്ലേ, കുഞ്ഞു ടോക്ക്. വളരെ നാളുകളായി ഞാനൊരു ജോലി ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. ധാരാളം ആപ്ലിക്കേഷൻസ് അയച്ചു. ഒരൊറ്റ ഇന്ത്യറോ പോലും വിളിക്കുകയില്ല. അപ്പോൾ നാളുകളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ ഇടയായത്. ഞാൻ അച്ഛൻ്റെ ഡെയിലി ടോക്ക് 2365, 2428 ദിവസേന കേട്ടങ്ങോട്ട് പ്രാർത്ഥിക്കാൻ. സാധാരണ ടോക്ക് കേൾക്കും, അല്ലാതെ എക്സ്ട്രാ ഇതും കൂടെ കേൾക്കാൻ വേണ്ടി പറയും. അത്ഭുതം എന്ന് പറയട്ടെ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ സെലക്ടായി. എനിക്ക് ജോലി ലഭിച്ചു. ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാര്യം നിസ്സാരം, പക്ഷേ പ്രശ്നം ഗുരുതരം. കേട്ടില്ലേ? നമുക്ക് വിചാരിക്കാം, പക്ഷേ എത്ര നാളായി നോക്കുന്ന നടക്കുന്നില്ല. അപ്പോൾ ടോക്ക് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് CCCയിലെ ഒരു കോട്ടുണ്ട്. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നു. ഹൗസേന ഡയറിയിൽ സെയിം കാര്യം കിടക്കുന്നു. അസാധ്യതകളെ സാധ്യമാക്കാണ് പ്രാർത്ഥന. എന്നിട്ട് അടുത്ത വാക്ക് തന്നെയാണ് ദുഷ്കരമായതിനെ എളുപ്പമാക്കണം. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സംഭവിക്കുന്നത് അസാധ്യ കാര്യങ്ങൾ സാധ്യമാകുന്നു. പിന്നെ എന്താ പറയുന്നത്, ദുഷ്കരമായത് എളുപ്പമായിത്തീരും. ഭയങ്കര ദുഷ്കര ജോലി കേട്ടെ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം എളുപ്പമായിട്ട് തീരും. കഷ്ടപ്പാടുകളുണ്ടാവും, പക്ഷെ എളുപ്പമായിട്ട് തീരും. അതാണ് കർത്താവിന്റെ കാരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തായാലും ഇന്ന് ജോലി തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എഫേസ്യസ് ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:27. അതിനോടാണ് തലക്കെട്ട് ഇങ്ങനെയാണ്: നിങ്ങൾ അവസരം കൂട്ടിക്കരുതെന്നാണ്. ചില ആൾക്കാരൊക്കെ നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നത്തിലായിത്തീരും. അങ്ങനെ പ്രധാനപ്പെട്ട ടീമാണ് പിശാച് എന്ന് പറയും. അതിന് വെളിപ്പെടുത്താണ് സാത്താന് നിങ്ങൾ അവസരം കൂട്ടിക്കരുത്. അതിന്റെ അർത്ഥം തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യർക്കൊക്കെ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ നമ്മളൊരു അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമുണ്ടായെന്ന് മനസ്സിലായി. പക്ഷേ പിന്നെ എന്തായാലും നമുക്കത് വലിയ മുട്ടുതട്ട് കേടുകളൊന്നുമില്ല, നമുക്കങ്ങ് പരിഹരിക്കാൻ വേണ്ടി പറ്റി അല്ലേ? അങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളിലൂടെ ചില അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അനുഭവം ഞാനൊക്കെ കിട്ടുന്നവരുണ്ട്. അങ്ങനെയാണ് ചില അനുഭവത്തിൽ. പക്ഷേ പിശാചിന്റെ കേസിൽ അതല്ല കേട്ടോ. ഒരിക്കൽ പോലും അവസരം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് പറയാ, ഈ വചനം പറയുന്നതിന്റെ കോൺടെക്സ്റ്റ് പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യൻ ധരിക്കണം എന്നാണ്. അതിന്റെ തൊട്ടുമുടുത്ത് പറയാണ് നിങ്ങൾ കോപിക്കുന്ന കോപത്തെക്കുറിച്ച് പറയാണ്. പക്ഷേ സൂര്യൻ അസ്തമിക്കുമെന്നാണ് പറയുന്നത്, നിന്റെ കോപം നീണ്ടുപോകരുത്, നിങ്ങൾ പാപം ചെയ്യാൻ ഇടവരരുത്. എന്നിട്ട് പറയാ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പിശാചിന്റെ ഒരിക്കലും നമ്മളൊരു കൺസെന്റ് കൊടുക്കാതെയോ നമ്മുടെ സമ്മതം കൊടുക്കാതെ പിശാച് നമ്മുടെ മേൽ വരാൻ അനുവാദമില്ല, വരാൻ പറ്റിയല്ല. സോ ഡോണ്ട് ഗീവ് സ്പേസ് ഫോർ സേറ്റൻ. പ്രധാനമന്ത്രി 2 പിള്ളേര് അല്ലെങ്കിൽ നിങ്ങൾ 2 പേര് ഇങ്ങനെ ഇടുങ്ങി ചേർന്ന് ഇങ്ങനെ നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയാ ട്രെയിനിന് പോയി ചേർന്ന സമയത്ത് ഒരു ഗ്യാപ്പില്ല, അതുപോലെ തിരക്കാരും ജനറൽ കമ്പാർട്ട്മെന്റിൽ കണ്ടായിരുന്നോ. അപ്പൊ ഞാൻ ഓർക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു ഗ്യാപ്പില്ല. പിന്നെ ആൾക്ക് എൻ്റെ ഇടയ്ക്ക് എൻ്റെ കയറാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇച്ചിരി ഗ്യാപ്പായി. എൻ്റെ സഹോദരി ഇടയ്ക്ക് പിശാചിന്റെ സ്പേസ് ആയില്ലേ, അവസരം കൊടുത്തില്ലേ, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് അവസരം കണ്ടെത്തി കയറുന്നവനാണ് പിശാച്. പിള്ളേരോട് നമ്മൾ പറയും, കൊച്ചെ നിനക്ക് ഇത്ര അവസരമായിട്ട് നീ എന്നെ ഇതൊന്നും ഉപയോഗിക്കാതെ, അങ്ങ് ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമുക്ക് പിശാച് അവസരം കൊടുക്കരുത്. ഒരവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കയറി പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചില ജീവികളൊക്കെ ഇപ്പം നമ്മളിങ്ങനെ കുറേ ചിന്തകളിലൊക്കെ ഇങ്ങനെ പിന്നെ അതേ സമയത്ത് അതേ ട്രാക്കിൽ അതേ രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കും സാധനം. അതുകൊണ്ട് നല്ലൊരു തീരുമാനം കൊണ്ട് എടുത്താൽ കേട്ടോ, നോ കോംപ്രമൈസ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ അഭിഷേകം, അത്ഭുതകരമായ കൃപാവരങ്ങൾ കൊണ്ട് ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ശല്യം ചെയ്യുന്ന എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്രു ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെ തടസ്സങ്ങളും ദുർദശങ്ങളും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ ചുള്ളിക്കപ്പോൾ ആട്ടിപ്പായിക്കുന്നു.
കർത്താവിന്റെ ശക്തമായ കൃപ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ സാത്താൻ അവസരം കൊടുക്കാതെ ചെറുത്ത് നിൽക്കാൻ തക്കവിധം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങൾ ഓരോരുത്തരും ധൈര്യപ്പെടുത്തട്ടെ. കർത്താവേ, നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനൊക്കെ ശക്തനാണ്. ഉള്ളിലുള്ളത് കർത്താവാണ്. യേശു കർത്താവാണ്. യേശു മഹോന്നതനാണ്. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുന്ന് ബലവാനാണ്, അമർത്യനാണ്. ഈ ലോകത്തിലെ എല്ലാ മുട്ടുകളും അവന്റെ യേശു എന്ന നാമത്തിൽ മടങ്ങും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവായ ദൈവമേ, പ്രത്യേകം ഞങ്ങളെ ശരണപ്പെട്ട് ആശ്രയിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ കർത്താവ് പ്രത്യേകം ഞങ്ങൾ ഒരു മനസ്സോടെ ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കാവോ? ജോലി ഇല്ലാത്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. നന്നായിട്ട് സ്തുതിച്ചോ. കർത്താവ് ഒരുപാട് സാക്ഷ്യങ്ങൾ കൊടുത്ത് നിങ്ങൾക്കത് മഹത്വപ്പെടുത്താൻ ഇടവരും. കർത്താവ് ദൈവമേ, ഇപ്പൊ നാളുകളായിട്ട് ഇന്റർവ്യൂ ഒരെണ്ണം പോലും കിട്ടുന്നില്ല, ഇന്റർവ്യൂവിന് പോയിട്ട് കാര്യമില്ല. അങ്ങനത്തെ മനസ്സ് മരവിച്ച് സങ്കടപ്പെട്ട വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാതെ കർത്താവ് ഇന്ത്യയിലും പുറത്തും രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന കർത്താവെ, ഒരു ചെറിയ വർക്കിൽ അങ്ങനത്തെ ഒരു പോലും ജോലി ഇല്ലാത്ത ഓരോരുത്തരും പ്രത്യേകം ആശീർവദിക്കുക. പാർട്ട് ടൈം ജോലിയും കിട്ടാത്തവരൊക്കെ ആശീർവദിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അർപ്പിച്ച് വിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. ജോലിമാരുടെ തടസ്സങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തെ അഴിച്ച് വിടുവിച്ച് കുരിശിന്റെ വിട്ടിച്ചപ്പോൾ ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പെരുവെള്ളത്തിൽ വഴിവെട്ടുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവായ ദൈവം കൽപ്പിക്കുകയാണ്. വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പറയാം, തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലായ്മന്ന് സൃഷ്ടിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജോലി സൃഷ്ടിക്കട്ടെ എന്ന് ആശീർവദിക്കും. അവസരം കർത്താവ് തരട്ടെ എന്ന് ആശീർവദിക്കും. നിങ്ങളുടെ കണ്ണുകൾ തെളിയട്ടെ എന്ന് ആശീർവദിക്കും. നിങ്ങൾക്കുള്ളത് കണ്ടെത്താൻ കൃപയുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കും. സാക്ഷ്യപ്പെടുന്ന ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.